ബജറ്റിൽ ഇങ്ങനെ ഒരു പ്രപ്പോസൽ വരുന്നു എന്നുള്ളത് ബജറ്റ് എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണല്ലോ. സ്വാഭാവികമായും ഇതൊരു ആശയമാണ്. ഇത് ഇത്തവണത്തെ ബജറ്റിൽ ഉൾപ്പെട്ടാൽ ചിലപ്പോൾ ഇനി 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നടപ്പാകാൻ പോകുന്നത്. അപ്പൊ ഇതൊരു ഭാവിയിലേക്കുള്ള ദീർഘവീക്ഷണം വെച്ചുള്ള ഒരു തീരുമാനമായിരിക്കാം. ഏതായാലും ഇതിന്റെ ഒരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളം ഇത് ഉൾപ്പെടുത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിപ്പോ പെട്ടെന്ന് കേരളം ചിന്തിച്ചെടുത്ത് പെട്ടെന്ന് കണ്ടുപിടിച്ച ഒരു സംഗതിയല്ലല്ലോ. ഇതിപ്പോ ഈ സാമ്പത്തിക സർവേയിൽ പറയാണ്, ഇത്തവണത്തെ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വെച്ചിട്ടുള്ള സാമ്പത്തിക സർവേയിൽ പറയുകയാണ്, കേരളം എന്ന് പറയുന്ന സംസ്ഥാനം അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെടുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം കേരളത്തിന് ഉണ്ടാകേണ്ടതല്ലേ. അപ്പം മറ്റ് പല സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് 3 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട്ടിലുണ്ട്, ആന്ധ്രാപ്രദേശിലുണ്ട്, അതുപോലെ തന്നെ കർണാടകത്തിലുണ്ട്. അപ്പോൾ കേരളത്തിലും സ്വാഭാവികമായും ഇതിന്റെ ഒരു സാധ്യതയുണ്ട് എന്ന് കണക്കാക്കുമ്പോൾ കേരളത്തിന് അങ്ങനെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുന്നതിന് എന്താണ് തെറ്റ്? ഇതിനൊരു സാധ്യതാ പഠനമല്ല, അല്ലാണ്ട് ഇത് പെട്ടെന്ന് ഇത് 100 കോടി മാറ്റിവെച്ചു വന്നുകൊണ്ട് അടുത്ത ദിവസം നടപ്പാക്കാൻ പോകുകയല്ലോ. ഒരു നിമിഷം, ഇതിനകത്തൊരു പ്രശ്നം, അശ്വിനി വൈഷ്ണവ് ആയാലും ഖട്ടാർ ആയാലും അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ വ്യത്യസ്തമാണെങ്കിലോ. ഇപ്പോൾ നഗരത്തെ റൂറൽ മേഖലയുമായി ബന്ധപ്പെടുത്തുന്ന ഒരു പദ്ധതി, അതാണ് ഈ RRTS എന്ന് പറയുന്നത്. അതാണ് അവർ പ്രപ്പോസ് ചെയ്തത്. നമ്മളതിനെ അല്ലല്ല, നഗരം ടു നഗരമാണ്. അല്ലല്ല, അതെ ഞാൻ പറഞ്ഞത് ഇപ്പം ഹൈദരാബാദ് നോക്കി ഹൈദരാബാദ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഡൽഹിയും മീററ്റും നഗരങ്ങളല്ലേ? നഗരങ്ങളാ. ഡൽഹിയും മീററ്റും നഗരങ്ങളല്ലേ? ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. മീററ്റ് വലിയ സിറ്റി അല്ലേ? ഒരു മിനിറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അതായത് മെട്രോ നഗരങ്ങൾ, വലിയ നഗരങ്ങളും ചെറിയ മേഖലകളും തമ്മിലുള്ള കണക്ഷൻ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള പദ്ധതി പ്രകാരം തന്നെയാണെങ്കിൽ 180 കിലോമീറ്ററാണ് ഏറ്റവും വലിയ പദ്ധതി. ശ്രീധരൻ എന്ന് പറയുന്നത്, ഞാൻ ശ്രീധരൻ പറയുന്നതിൻ്റെ അദ്ദേഹം പറയുന്നതിനെ വിശ്വാസം എടുത്തുകൊണ്ട് പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് 400-450 കിലോമീറ്റർ ദൈർഘ്യമുള്ള കേരളത്തിൻ്റെ വടക്ക് മുതൽ തെക്ക് വരെയൊരു പാതയാക്കി RRTSനെ മാറ്റാൻ പറ്റുമോ? ഇതുവരെ അങ്ങനെ ഒരു പ്രീസിഡൻസ് ഇല്ല. ശ്രീധരൻ സാർ പറയുന്നത് അതിനുള്ള പദ്ധതിയല്ല, മെട്രോ നഗരങ്ങളെ മറ്റ് ചെറുകിട സ്ഥലങ്ങളുമായി കണക്ട് ചെയ്യുന്നതാണ്. അല്ല, അത് സാങ്കേതികത്വല്ലേ? എനിക്കറിയില്ല, വളരെ സാങ്കേതികത്വമാണ്. സാങ്കേതികത്വം ഉണ്ട്. അല്ല, സാങ്കേതികത്വം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാം, ഇപ്പൊ ഹൈദരാബാദ് ഇത് നോക്കൂ, ഇതൊരു ജർമ്മൻ ടെക്നോളജിയാണ്. ഈ RRTSന് ഉപയോഗിച്ചിരിക്കുന്നത് ജർമ്മൻ ടെക്നോളജിയും അതുപോലെ തന്നെ ചൈനീസ് ടെക്നോളജിയുമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന 60-70% ജർമ്മൻ ടെക്നോളജിയും ചില ഭാഗങ്ങളിൽ ചൈനീസ് സാങ്കേതിക വിദ്യ കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. ചില ടണലുകളൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇത് ഇത്രയും കിലോമീറ്റർ ദൂരത്തിൽ വേണമെങ്കിൽ ഇതിനെ നീട്ടാവുന്നതാണ് എന്നൊരു സാധ്യത പഠിക്കുന്നതിനിടന്നതാണ് തെറ്റ്. നോക്കൂ, ഇതിലിപ്പോ 82 കിലോമീറ്ററാണ് ഡൽഹിയിൽ നിന്ന് മീററ്റ് വരെയുള്ള ദൂരം എന്ന് പറയുന്നത്. അതേസമയം ഇപ്പോൾ ഹൈദരാബാദ് മുതൽ വാറങ്കൽ വരെ 147-150 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 150 കിലോമീറ്റർ വരെ പോകാം. അത് 200 കിലോമീറ്ററിലേക്ക് നീട്ടാൻ പറ്റുമോ? ഒരു സാധ്യതാ പഠനത്തിന് സാധ്യതയുണ്ടെങ്കിൽ അത് പരിശോധിച്ചൂടെ?